എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ. ഇന്ന് ഞാൻ കുടുംബശ്രീ പ്രസിഡന്റ് ഉഷയും ഷൈനിയായിട്ട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇന്ന് നമ്മളോടൊപ്പം വിൻസെൻ്റ് ചേട്ടനുണ്ട്. ഞങ്ങൾ ഈ വോയിസ് കേട്ടിട്ട് ഇതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തുമായിരുന്നു. എന്താ വിൻസെൻ്റ് ഈ വോയിസ് കേട്ടിട്ട് തോന്നിയത്? ഇത് തീർച്ചയായിട്ടും നീങ്ങിയിരിക്കാവുന്ന ഒരു സംഭവമല്ല. ഷൈനിയെ സംബന്ധിച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ബുദ്ധിമുട്ടി. അത് നല്ല കഴിവുള്ള BSc നേഴ്സായ ഷൈനി കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല തടസ്സങ്ങളും നേരിട്ടു. സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം മെൻ്റൽ ടോർച്ചറിങ്, ഇങ്ങനെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയായി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിന് താങ്ങും തളനുമാകേണ്ടവർ അവരെ നശിപ്പിക്കാൻ കൂട്ടുന്നതെന്ന് പറയുന്നത് തീർച്ചയായും ക്രിമിനൽ കേസ് തന്നെയാണ്. സോറി, ഈ ഗാർഹിക പീഡന കേസ് നിലവിൽ നോബിയുടെ പേർക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഗാർഹിക പീഡന കേസ് നിലനിൽക്കുന്ന സ്ഥിതിക്ക് എങ്ങനെ നോബി വിദേശത്തേക്ക് ജോലിക്ക് പോയി? അത് നിയമപരമായിട്ടൊരു ഗാർഹിക പീഡന കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിദേശത്ത് പോകാൻ തടസ്സമുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവും. അതന്നെ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അത് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പലരും കടന്നു പോകാറുണ്ടല്ലോ. കൊലപാതകം ചെയ്തിട്ട് പോലും പലരും പുറത്തേക്ക് കടന്നു പോകാറുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചാണ് ഇവരെല്ലാം കടന്നു പോകുന്നത്. പിന്നെ സ്വാധീനം, അത് വല്ലാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഷൈനി ആ ഗാർഹിക പീഡന കേസ് കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ട് സംസാരിച്ച് അതൊരു നല്ല കൗൺസിലിംഗിൽ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവർക്ക് വനിതാസെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു ഉപദേശം കൊടുത്ത് ഇത് കോംപ്രമൈസ് ചെയ്ത് വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യുക. കാരണം 3 പിള്ളേരുണ്ടല്ലോ, 3 കുട്ടികളുണ്ടല്ലോ. 3 കുട്ടികളുടെ ഉത്തരവാദിത്വം ഈ ഷൈനിയെ സംബന്ധിച്ച് ഡൈവോഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിതാവ് ഈ 3 കുട്ടികൾക്കും പിതാവ് നഷ്ടപ്പെടുന്നു. അതുകൂടാതെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും 2 മാലാഖ കുഞ്ഞുങ്ങളാണ് നമ്മുടെ അവരുടെ ഭാവി എവിടെ എത്തുമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് നല്ലൊരു കുടുംബജീവിതം ഇന്ന് മുമ്പോട്ട് പോകുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവരെ സംബന്ധിച്ച് അഭ്യസ്തവിദ്യരാണ്. അങ്ങനെ നല്ല അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഈ ഷൈനിയും കുട്ടികളും അതോടൊപ്പം കുടുംബവും നോബിയും നല്ല വിദ്യാഭ്യാസമുള്ളവരാണല്ലോ. ഇവരൊക്കെ ഇങ്ങനെ ക്രിമിനലാവുക, ക്രൂരം കാണിക്കുക എന്ന് പറയുന്നത് അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദുരൂഹതയാണ്. വൈദികന് അഡ്വക്കേറ്റായിരുന്നു. അഡ്വക്കേറ്റ് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് വാദിക്കാൻ പോകുന്ന. അപ്പോൾ എന്തെങ്കിലും ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അച്ഛന്, അതായത് വെള്ളക്കത്തനാരെ ഇടപെടാറുണ്ടായിരുന്നു. അത് വളരെയധികം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. കത്തനാരന്മാരെ സാധാരണ ബഹുമാനിച്ചാണ് പറയുന്നത്. കത്തനാര് എന്ന് സംഭവിക്കേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ വളരെ മ്ലേച്ഛമാണ്. കാരണം അദ്ദേഹം സമൂഹത്തിന് മാതൃക കൊടുക്കേണ്ട, പ്രത്യേകിച്ച് ഒരു വക്കീലായ വൈദികൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് എപ്പോഴും മാതൃകയായിരിക്കുന്നതാണ്. ധാർമ്മികതയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടതാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ആളാണ്. അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും ദൈവികമായ ഒരു അംഗീകാരവും അദ്ദേഹത്തിനുള്ളതാണ്. ഇതെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പൗരോഹിത്യ വൃത്തിയിൽ തുടരാൻ പറ്റുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ സഭയുടെ നിയമ നടപടികളിൽപ്പെടുത്തി ഒരു അന്വേഷണ വിധേയമായിട്ട് ഒരു സസ്പെൻഷൻ പുള്ളിക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സഭാധികാരികൾ അതിനെക്കുറിച്ച് പഠിക്കണം. ചുമ്മാ വെള്ളപൂശി കൊണ്ടുവരുന്നൊരു കാര്യമില്ല. ഈ ഷൈനിയുടെ ഇടവകയിലുള്ള അച്ഛനുമായിട്ട് തിരക്കി കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ചേട്ടൻ, അതായത് നോബിയുടെ ചേട്ടൻ ഒരിക്കലും ഒരു കോംപ്രമൈസിന് സംസാരിക്കാനായിട്ട് ഈ ഇടവകയിൽ അച്ഛനെ സമീപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഈ
നോബിയുടെ ചേട്ടനായ അച്ഛൻ ചെന്നിരുന്നെങ്കിൽ, ഈ അതായത് കള്ളക്കത്തനാർ ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കൊരു നല്ല രീതിയിലൊരു കൗൺസിലിംഗ് കൊടുത്ത് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചേനെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ഇടവക ജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഭൗതിക കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഒരു വികാരി കിട്ടും. ആ വികാരി എന്ന് പറയുന്നത് ആ ഇടവക ജനത്തിൻ്റെ ആത്മീയ നേതാവാണ്. ഈ ബോബി എന്ന് പറയുന്ന ഈ കള്ളക്കത്തനാര് ഈ വിദ്യാഭ്യാസം, അതായത് ഈ ഉടുപ്പിടാനായിട്ട് എത്ര കാലം പഠിച്ചതാണ്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ചാനലുകാരത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നല്ലേ? അത് എൻ്റെ അടുത്തെങ്ങാനും വന്നായിരുന്നില്ല. കള്ളക്കത്തനാരെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ജാള്യതയാണ്. കാരണം ഇദ്ദേഹം ഇത്ര അധപ്പതിച്ചു പോയല്ലോ. ഈ മനുഷ്യൻ ഇത്രയ്ക്ക് അധപ്പതിച്ചാണ് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ദുരൂഹത എന്ന് പറഞ്ഞൊരാളാണ്. 13 വർഷം വൈദിക വൃത്തിയിൽ, അതായത് വൈദികനാവാൻ പഠിച്ച് സത്യം പറഞ്ഞാൽ 5 മീറ്റർ വെള്ളത്തിന് ചുറ്റി എന്ന് പറയാപ്പോൾ ഈ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആ ഹാബിറ്റിന് 5 മീറ്റർ തുണിയാണ്. ആ 5 മീറ്റർ തുണി ഇട്ടതുകൊണ്ട് അദ്ദേഹം പുരോഹിതനാവുകയില്ല. ആ 5 മീറ്റർ തുണിക്ക് അപ്പുറം അദ്ദേഹം ഒരു പുരോഹിതനാണെന്ന് സ്വന്തം ജീവിതം കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു പൈശാചിക പ്രവൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ, ഈ ചാനൽ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പൈശാചിക ശക്തിയുള്ള ഒരു കള്ളക്കത്തനാരെന്നാണ് ഇതിൻ്റെ മൊത്തം വിശേഷിപ്പിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തെ ഓസ്ട്രേലിയയിൽ നിന്ന് ജനം ഇടഞ്ഞ് അല്ല, ഇത് കള്ളപ്പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് ഒത്തിരി ചാനലുകാർ പറയുന്നുണ്ട് ഓസ്ട്രേലിയ. പക്ഷേ ഓസ്ട്രേലിയയിലുള്ള നിലവിൽ പുള്ളി കോട്ടയത്തുണ്ട്. അതെ, അദ്ദേഹം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇടവക ജനങ്ങളും മലയാളികളും കൂടി ഇടഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടിലേക്ക് കടത്തി എന്നുള്ളതാണ്. അയാളവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലോ പെറ്റീഷൻ, ഓസ്ട്രേലിയയിൽ നിന്ന് പുള്ളിനെ തുരത്താനായിട്ട് പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഭാധികാരികളാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഷൈനിയുടെ വോയിസ് ക്ലിപ്പ് ഞങ്ങൾ ഇടാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ ഷൈനി, 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? ഹലോ, നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ ചോദിച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഇതിനടുത്ത് അടയ്ക്കണം. ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ചാൽ മതി എന്നല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അച്ഛനോട് ജാഗം കിടക്കുമല്ലോ, അച്ഛൻ വേണ്ടി എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് ഇവരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥ തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ അടുത്തോണ്ട് പോകുന്നില്ല പറയൂ. ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി അവരുടെ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമോ? പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാരിപ്പോ വക്കീലാണെങ്കിൽ എന്നോട് പറഞ്ഞു നീ ഇതായിട്ട് പറ, അല്ലാതെ ഇപ്പൊ നീ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ കയ്യിലോട്ടാന്ന് ചോദിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്.
എന്ത് ചെയ്യുമെന്ന് ഉറക്കിയേ. ഉം. എല്ലാവരും വഴക്കുണ്ടാക്കിയ കുടുംബശ്രീ കിടന്നുണ്ട്, പെണ്ണുങ്ങളെല്ലാം ഉം. എടുക്കാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞോണ്ട്. എന്ത് ചെയ്യും നീ? അത് ശരിയല്ലേ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുത്ത് അടച്ചടച്ച് ഗ്രൂപ്പിൽ ലോൺ കൊടുക്കാനില്ലല്ലോ. എല്ലാം ശരിയായി. അവനവന്റെ ഒരു അവസ്ഥ വരുമ്പോഴല്ലേ അവനത് മനസ്സിലാവുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇത് ചെയ്തല്ലോ. അവനവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആങ്ങളമാരെത്തത് അടച്ചു തീർക്കും, അവന്മാരത് അടച്ചു തീർത്തിട്ട് ഇത് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. പക്ഷെ അത് നോബീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. ആ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. ഉം. അതിപ്പോ നമ്മുടെ പിഴവ് പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നോബിന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. വന്നു കിട്ടിയിരുന്ന വരിയല്ല കൊണ്ട് അവിടെ നിൽക്കുമല്ലേ, വരിയല്ലോ. ഇപ്പൊ ഇന്നാളാണേലും ഒരു മാസം അവധിക്ക് നാത്തിന്റെ അടുത്ത് പോയി നിൽക്കുമല്ലേ, ഒരു മാസം. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ച് ജോലിക്ക് കയറുമല്ലേ. അങ്ങനെയല്ലേ പുള്ളി ചെയ്തത്. പുള്ളി ഇങ്ങ് വരുന്നുമില്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്തു. പുള്ളി ഇപ്പൊ വരുന്നുമില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം ഞാൻ കേസ് കൊടുത്തിരുന്ന, കേസ് കൊടുത്തിപ്പം പോലീസുകാരൻ വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ, പുള്ളി വരാതെ നമുക്കിപ്പോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ. അതിപ്പോ പുതിയ കേസ് ആകുമ്പോ വെച്ച് നീട്ടിയേ വെക്കോളെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ. അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ ഇടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തു. അല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ? ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ലല്ലോ, ഡൈവോഴ്സ് ആയി കിട്ടുമെന്നില്ലല്ലോ. ഇപ്പൊ ഒരു SBIയുടെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണേലും പുള്ളിയുടെ പേരിൽ, എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല, പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. അതങ്ങനെ ഇട്ടേക്കുക. എന്തായാലും ചെയ്യും. ഞാനിപ്പോ അത് തോമസ് ചേട്ടനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നാ ചെയ്യുന്നുള്ളത്. തോമസ് ചേട്ടനൊന്ന് വിളിച്ചു പറ.